വലിയ സഹായം ചെയ്തു സാറിന് കോടിക്കോടി നന്ദി. മനസ്സാവാച വിചാരിക്കാത്തൊരു കാര്യമാണ് ഇപ്പോൾ നടന്നേക്കുന്നത് സാർ. വളരെയധികം നന്ദിയുണ്ട് എൻ്റെയും എൻ്റെ കുടുംബത്തിൻ്റെയും. ഈ കഴിഞ്ഞ ദിവസമാണ് സന്ദീപിൻ്റെയും കുടുംബത്തിൻ്റെയും ഈ ദുരിത കഥ ലുലു ഗ്രൂപ്പിൻ്റെ ചെയർമാൻ MA യൂസഫ് അലി സാറിൻ്റെ ശ്രദ്ധയിൽപ്പെടുന്നത്. ഉടനെ അദ്ദേഹം 10 ലക്ഷം രൂപ എത്രയും പെട്ടെന്ന് അവരുടെ വീട്ടിലേക്ക് എത്തിച്ച് അതിവേഗം സന്ദീപിന് ശസ്ത്രക്രിയ നടത്താനുള്ള നടപടികൾ ചെയ്യാൻ പറഞ്ഞു. വൃക്കരോഗബാധിതനായി ജീവിതം വഴിമുട്ടിയ യുവാവിന് ചികിത്സാ സഹായം കൈമാറി MA യൂസഫ് അലി. ആലപ്പുഴ ചന്തിരൂർ കാട്ടിൽത്തറ വീട്ടിൽ സന്ദീപിനാണ് വൃക്കരോഗ ചികിത്സയ്ക്ക് ആവശ്യമായ 10 ലക്ഷം രൂപയുടെ ചികിത്സാ സഹായം ലുലു ഗ്രൂപ്പ് ചെയർമാൻ MA യൂസഫ് അലി കൈമാറിയത്. മനസ്സാവാച വിചാരിക്കാത്തൊരു കാര്യമാണ് ഇപ്പോൾ നടന്നേക്കുന്നത് സാർ. വളരെയധികം നന്ദിയുണ്ട് എൻ്റെയും എൻ്റെ കുടുംബത്തിൻ്റെയും. ഒരുപാട് നന്ദിയുണ്ട് സാറിന്. പറയാൻ വലിയ സഹായം ചെയ്തു സാറിന് കോടിക്കോടി നന്ദി. പ്രണയിച്ച് വിവാഹിതരായ സന്ദീപും അനുവുമാണ് ജീവിത ദുരിതങ്ങളുടെ കണ്ണീരിൽ കഴിയുന്നത്. കുടുംബത്തിന്റെ ഏക അത്താണിയായ സന്ദീപിന് വൃക്കരോഗം ബാധിച്ചതോടെ ജീവിതത്തിന്റെ പ്രതീക്ഷകളും മറ്റു. അച്ഛനും അമ്മയും ഭാര്യയും 9ാം ക്ലാസ്സിൽ പഠിക്കുന്ന മകളുമടങ്ങുന്ന കുടുംബം കഴിയുന്നത് ഒറ്റമുറി വീട്ടിലാണ്. ജ്വല്ലറിയിലെ സെയിൽസ്മാനായി ജോലി ചെയ്ത് വരുന്നതിനിടയിലാണ് സന്ദീപിന് വൃക്കരോഗം പിടിപെട്ടത്. ചികിത്സയ്ക്കായി സുഹൃത്തുക്കൾ രംഗത്തിറങ്ങിയതോടെ ഈ വാർത്ത ലുലു ഗ്രൂപ്പ് ചെയർമാന്റെ ശ്രദ്ധയിൽപ്പെട്ടു. കഴിഞ്ഞ ദിവസമാണ് ഏഷ്യാനെറ്റിലൂടെ സന്ദീപിൻ്റെയും കുടുംബത്തിൻ്റെയും ഈ ദുരിത കഥ ലുലു ഗ്രൂപ്പിൻ്റെ ചെയർമാൻ MA യൂസഫ് അലി സാറിൻ്റെ ശ്രദ്ധയിൽപ്പെടുന്നത്. അപ്പോൾ തന്നെ അന്വേഷിച്ച് വിവരങ്ങൾ കൊടുക്കാൻ പറഞ്ഞു. കൊടുത്തു. ഉടനെ അദ്ദേഹം 10 ലക്ഷം രൂപ എത്രയും പെട്ടെന്ന് അവരുടെ വീട്ടിലേക്ക് എത്തിച്ച് അതിവേഗം സന്ദീപിന് ശസ്ത്രക്രിയ നടത്താനുള്ള നടപടികൾ ചെയ്യാൻ പറഞ്ഞു. അതുപ്രകാരം ഇന്നലെ നമ്മൾ ഇതെല്ലാം റെഡിയായിരുന്നു. പക്ഷേ ഇന്നലെ സന്ദീപ് ആശുപത്രിയിലായിരുന്നു. ഇന്നിപ്പോൾ ഡയാലിസിന് പോയി വന്നു. നമ്മൾ കൊടുത്തു. സന്ദീപിനെ അത് എത്രയും പെട്ടെന്ന് മാറ്റിവെക്കാൻ കഴിയട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. സന്ദീപിന്റെ ഇരുവൃക്കകളും മാറ്റിവെച്ചെങ്കിൽ മാത്രമേ ഇനി പഴയ ജീവിതത്തിലേക്ക് തിരികെ എത്താൻ സാധിക്കൂ. വൃക്ക മാറ്റിവെക്കുന്നതിന് ഭാര്യ അനു തയ്യാറായെങ്കിലും പാലാരിവട്ടത്തെ ലാബിൽ നടത്തിയ DTPA ടെസ്റ്റിൽ അനുവിന്റെ വലതു വൃക്കയ്ക്ക് തകരാറുള്ളതായി കണ്ടെത്തുകയായിരുന്നു. അനുവിന്റെ വൃക്ക നൽകിയാലും സന്ദീപിന് ഗുണമുണ്ടാകുകയില്ലെന്ന് ഡോക്ടർമാർ അറിയിക്കുകയും ചെയ്തു. അപ്പോൾ ഞങ്ങൾക്ക് അവിടെ വൈഫാണ് ഡോണറായിട്ട് നിർണ്ണയിച്ചത് ജനറൽ ഹോസ്പിറ്റലിൽ. അപ്പോൾ 2-3 ടെസ്റ്റ് കഴിഞ്ഞപ്പോൾ അതിൽ DTPA ടെസ്റ്റിൽ നെഗറ്റീവ് വന്നു. റൈറ്റ് കിഡ്നിക്ക് എന്തോ ഒരു ചെറിയ സ്റ്റാർട്ടിങ് പ്രോബ്ലം ഉള്ളതുകൊണ്ട് അതവിടെ വെച്ച് ക്യാൻസൽ ചെയ്തു. പിന്നെ കണ്ടിന്യൂ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ബ്ലഡ് റിലേഷൻ മാത്രമേ അവിടെ പറ്റുള്ളൂ ട്രാൻസ്പ്ലാന്റിന് ജനറൽ ഹോസ്പിറ്റലിൽ. ഇപ്പോൾ ഞാൻ പോകണെടുത്ത്. പക്ഷേ ഇനി അപ്പോൾ വേറെ ബ്ലഡ് റിലേഷൻ ഞാൻ ഒരു മോനാണ്, വേറെ ആരും ഇല്ല, സിബ്ലിങ്സ് ആയിട്ട് ആരും ഇല്ല, ഒരാളേ ഉള്ളൂ. പിന്നെ അവിടെ നിന്ന് ഇനി ക്യാൻസൽ ആയിട്ട് ഇനി ബാക്കി ലേക്ക് ഷോറിലായിരുന്നു ഫസ്റ്റ് ട്രീറ്റ്മെൻറ്റ് അവിടെ ഇരുന്നു. തിരിച്ചിപ്പോൾ ലേക്ക് ഷോറിൽ തന്നെ വന്നേക്കുന്നത്. ട്രാൻസ്പ്ലാന്റ് ഓപ്ഷൻ ഉണ്ടെങ്കിൽ അവിടെ ചെയ്യാൻ പറ്റുള്ളൂ നമുക്കിനി. ഇതോടെയാണ് വൃക്കദാതാവിനെ കണ്ടെത്തേണ്ട ആവശ്യകതയും എത്തിയത്. ചികിത്സ കഴിഞ്ഞാലും 1 വർഷത്തെ വിശ്രമവും ആവശ്യമാണ്. ചികിത്സയ്ക്കായി ഒരുപാട് വാതിലുകൾ മുട്ടിയെങ്കിലും പ്രതീക്ഷിച്ച സഹായം എങ്ങുനിന്നും കിട്ടിയില്ല. ഈ അവസരത്തിലാണ് മനുഷ്യസ്നേഹിയായ MA യൂസഫ് അലിയുടെ ഇടപെടലും എത്തുന്നത്. കഴിഞ്ഞ ഡിസംബർ മുതൽ ആഴ്ചയിൽ 2 തവണ ഡയാലിസിസ് തുടരുകയാണ്. ഭാരിച്ച തുകയാണ് ആശുപത്രിയിൽ ചിലവാകുന്നത്. ശസ്ത്രക്രിയയ്ക്ക് വേണ്ട ചികിത്സാ ചിലവിൽ 10 ലക്ഷം രൂപ MA യൂസഫ് അലിക്ക് വേണ്ടി ലുലു IT ഇൻഫ്രാബിൽഡ് സൈബർ പാർക്ക് ഡയറക്ടർ ആൻഡ് CEO അഭിലാഷ് വലിയവളപ്പിലും ലുലു ഇന്ത്യ മീഡിയ ഹെഡ് NB സ്വരാജും ചേർന്ന് കൈമാറി. ജീവിതം തിരിച്ചു നൽകിയ യൂസഫ് അലി സാറിനോടുള്ള നന്ദി വാക്കുകൾ കണ്ണീരോടെയാണ് അനുവും സന്ദീപും അറിയിക്കുന്നത്. വലിയൊരു സഹായമാണ് ഞങ്ങളെ കൊണ്ട് കൂടാത്ത സാറിനോട് വളരെയധികം പെട്ടെന്ന് ഞങ്ങൾക്ക് ഇത്രയും വലിയ സഹായം ചെയ്തതിന് സാറിന് ഒരുപാട് നന്ദി പറഞ്ഞു. എൻ്റെ മാനസികാവസ്ഥയിൽ എൻ്റെ കുഞ്ഞിൻ്റെ ജീവൻ രക്ഷിക്കാനായിട്ടുള്ള സഹായം ചെയ്തു. കോടിക്കോടി നന്ദി.